തമിഴ്നാട് കാരൂരിലാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. വിജയ് നയിച്ച റാലിക്കിടെയാണ് ഇത്ര വലിയ അപകടം സംഭവിക്കുകയും 31 ആളുകൾ മരിച്ചു എന്നുള്ള അതിദാരുണമായിട്ടുള്ള വിവരം പുറത്തു വരുന്നത്. കുട്ടികൾ, ഗർഭിണികൾ അടക്കമുള്ള ആളുകളാണ് ഈ ഒരു അപകടത്തിൽ പെട്ടത്. കരൂരിൽ നടന്ന റാലിക്കിടെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. 50-ലധികം ആളുകൾ കുഴഞ്ഞു വീണുവെന്നാണ് ആദ്യം മുതൽ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അപകടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മരണസംഖ്യ കൂടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതാണ് 31 ആളുകൾ മരിച്ചു എന്നുള്ള വിവരം. അതിൽ 16 സ്ത്രീകളും 6 കുട്ടികളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. സർക്കാർ ഇതിന് എല്ലാ നടപടിയും, രക്ഷാപ്രവർത്തനത്തിനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ പറഞ്ഞു. കാരൂരിൽ നിന്നുള്ള വാർത്തകൾ ആശങ്കാജനകമാണെന്നും യുദ്ധകാല അടിസ്ഥാനത്തിൽ അടിയന്തര സഹായം എത്തിക്കാൻ നിർദ്ദേശങ്ങൾ, ജനങ്ങൾ പോലീസുമായും ആരോഗ്യപ്രവർത്തകരുമായി സഹകരിക്കണമെന്നും അഭ്യർത്ഥനയുണ്ട്. റാലിയിൽ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതുകൊണ്ടാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നുള്ള ഒരു വിമർശനം കൂടി DMK-യുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. റാലിക്ക് അനുമതി ഉണ്ടായിരുന്നു, എന്നാൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നുള്ള ഒരു വിമർശനമാണ് ഉണ്ടാകുന്നത്. വിജയ് നയിക്കുന്ന തമിഴക വെട്രി കഴകത്തിൻ്റെ ഈ ഒരു റാലിയിലാണ് നിരവധി ആളുകൾ വിജയെ കാണാനും ഈ ഒരു റാലിയിൽ പങ്കെടുക്കാനുമായി ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. വലിയ ആൾക്കൂട്ടം, ജനക്കൂട്ടം, തിക്കിലും തിരക്കിലും പെട്ടാണ് ആളുകൾക്ക് അപകടമുണ്ടായിരിക്കുന്നത്. ആളുകൾ കുഴഞ്ഞു വീണത്. പരിപാടി പൂർത്തിയാക്കും മുൻപ് തന്നെ വിജയ് സംഭവ സ്ഥലത്ത് നിന്നും മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ആ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഏറെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. രാജ്യം മുഴുവൻ നടുങ്ങിയിരിക്കുകയാണ് തമിഴ്നാട് കാരൂരിലെ ഈ ഒരു വിവരം പുറത്തു വരുന്നതോടുകൂടി എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ട് 7:15 ഈ ഒരു അപകടം സംഭവിക്കുന്നത്. ഇന്ന് തൃച്ചിയിൽ നിന്നും ആണ് വിജയ് കാരൂരിലേക്ക് അടക്കം എത്തിയത്. അവിടെയായിരുന്നു ഈ ഒരു റാലി സംഘടിപ്പിച്ചിരുന്നത്. ആ റാലിക്കിടെയാണ് ഈ വലിയ അപകടമുണ്ടായിരിക്കുന്നത്. 31 പേരുടെ മരണം എന്ന് പറയുമ്പോൾ അതാണ് മറ്റ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഈ മരണസംഖ്യ കൂടുന്നു എന്ന് പറയുന്നത് ഏറെ വേദനാജനകമാണ്. പക്ഷേ അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കടക്കുന്നത് എന്നുള്ളതാണ്. 40 പേരുടെ മരണം എന്നാണ് ആ സംഖ്യ. വളരെയധികം കൂടുന്നു. 40 പേർ മരിച്ചു എന്നുള്ളത് അതീവ ദുഃഖകരമായിട്ടാണ് നമ്മൾ ഈ വാർത്ത ഇപ്പോൾ പറയുന്നത്, ഈ വിവരം പുറത്ത് പറയുന്നത് എന്നുള്ളതാണ്. 40 പേരുടെ മരണമാണ്. ഒരു വിജയുടെ റാലിയിൽ അതിൽ പങ്കെടുക്കാനായി, വിജയെ കാണാനായി ഒക്കെ എത്തിയ ആളുകളാണ് ഇപ്പോൾ അവരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. 50-ലധികം ആളുകൾക്ക് പരിക്കേറ്റു. അവർ കുഴഞ്ഞു വീണു. അവരെല്ലാം ആശുപത്രിയിൽ, കരൂരിലെ സർക്കാർ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. അതിലാണിപ്പോൾ 40 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഈ 40 പേരിൽ സ്ത്രീകളും ഗർഭിണികളും കുട്ടികളും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഏറെ വേദനാജനകം, അതിദാരുണം. വലിയ അപകടമാണ് തമിഴ്നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഏറെ ദുഃഖകരമായിട്ടുള്ള സംഭവമാണ്. തിക്കിലും തിരക്കിലും പെട്ടാണ് 40 പേർ മരിച്ചിരിക്കുന്നത്. എല്ലാവിധ സൗകര്യങ്ങളും പരിക്കേറ്റെത്തുന്ന ആളുകൾക്ക് ചികിത്സാ സൗകര്യങ്ങളും നൽകണമെന്ന് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സർക്കാർ എല്ലാ നടപടിയും സ്വീകരിക്കും. ജനങ്ങളും പോലീസും മറ്റെല്ലാ സംവിധാനങ്ങളും ഒരുമിച്ചുണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ഇതെന്നാണ് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ഔദ്യോഗികമായി തന്നെ വാർത്താക്കുറിപ്പിലൂടെ പറയുന്നത്. 40 മരണം എന്നുള്ള സംഖ്യയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. 40 എന്നുള്ള സംഖ്യയിലേക്കാണ് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. 16 സ്ത്രീകളാണ് ഇതിൽ ഉള്ളത്. 6 കുട്ടികളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. വിജയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് DMK. വിജയെ അറസ്റ്റ് ചെയ്യണം എന്നാണ് DMK പറയുന്നത്. കാരണം ഇത്ര വലിയൊരു അപകടമുണ്ടായി, വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല, മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്ന വിമർശനം ഉയരുന്നുണ്ട്.